ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹോം റേഞ്ച് ഫാക്ടറിയുടെ ടൂറിസം കേരള കോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ ബിസിനസ്സുകാരോ ഗൾഫിൽ നിന്ന് ലീവിന് വന്നവരൊക്കെ പരസ്യം കാണുകയും അതുവഴി നമുക്ക് എൻക്വയറി കിട്ടുന്നു, അത് വരുമാനമാക്കി എടുക്കുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ തൃശ്ശൂരിലുള്ള നമ്മുടെ ഹൗസ് ബോട്ടും അതുപോലെ ബാക്ക് വാട്ടർ റിസോർട്ടുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഒട്ടനവധി ആൾക്കാർക്ക് അറിയുന്നില്ല. ഓക്കെ, അത് ഇവിടുത്തെ മാർക്കറ്റിങ്ങിൻ്റെ കുറവ് തന്നെയാണ്. അത് നമ്മൾക്കൊരു ഉപകാരമായി മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ചിലപ്പോൾ അപ്ഡേഷൻ നടന്നിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഫേസ്ബുക്കിലേക്ക് തിരിച്ചു വരിക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീനിൻ്റെ വലത് ഭാഗത്ത് 3 വരകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ പ്രൊഫൈൽ പിക്ചറോ കാണുന്നതായിട്ട് സാധിക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ കോയമ്പത്തൂർ A to Z മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് എന്താണോ ഒരു മാർക്കറ്റിംഗ് അവിടെ ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ഗ്രൂപ്പിൽ സെർച്ച് എന്ന് പറഞ്ഞ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻ വരും, ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് പോസ്റ്റ് എന്ന്. നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഗ്രൂപ്പിൽ എന്ന് പറയുന്ന ഭാഗത്താണ്. എന്നിട്ട് മുകളിൽ നിയർ മീൻ്റെ അപ്പുറത്ത് പബ്ലിക് ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും. ഈ പബ്ലിക് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഇതിനകത്ത് 48K മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്, 48,000 ആൾക്കാരുണ്ട്. എന്നാൽ കുറച്ച് താഴേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആൾക്കാർ കൂടുതലുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ ഈ ഒരു നേരത്തെ ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് അവിടെ വിസിറ്റ് എന്ന് കാണിക്കുന്നത്. എന്നാൽ കോയമ്പത്തൂർ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനവിടെ ജോയിൻ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ കോയമ്പത്തൂർ മാർക്കറ്റ് പ്ലേസ് 8,000-ഓളം ആൾക്കാരുണ്ട്, ഞാൻ ജോയിൻ ചെയ്യുന്നു. കോയമ്പത്തൂർ മാർക്കറ്റ് പ്ലേസ് 12,000 ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു 20 ഗ്രൂപ്പിൽ വരെയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട്. പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഗ്രൂപ്പുകളിൽ മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ഒരു ദിവസം കുത്തിയിരുന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞു, നമ്മളുടെ ടൂറിസം തൃശ്ശൂരിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കപ്പോൾ വേണ്ടത് പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ കോയമ്പത്തൂർ, മധുര അല്ലെങ്കിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നിങ്ങൾ പരസ്യം എത്തിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം പുറകോട്ട് വന്നിട്ട് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ മുകളിൽ ഒരു കറുത്ത കളറിൽ ഒരാളിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ യുവർ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ എന്ത് ചെയ്യുന്ന വൺ ഐറ്റം എന്നുള്ള രീതിയിലോ നമുക്ക് അവിടെ ഒരു പരസ്യം കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 ഐറ്റം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആഡ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഈ ഒരു ഫോട്ടോസ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് വാട്സപ്പിലായിരിക്കും ഞങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരിക്കുക. അതിൽ നിങ്ങൾ ഒരു ടെക്സ്റ്റും കൂടെ ഇംഗ്ലീഷിലോ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്, അതിൽ ചിലപ്പോൾ ഞങ്ങൾ തമിഴിൽ തരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് കൊടുക്കുന്നു. പ്രൈസിൻ്റെ അവിടെ ജസ്റ്റ് 20 rupees അങ്ങനെ കൊടുക്കാം. ഇതിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് ബുക്സ്, മൂവീസൊക്കെ നമുക്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ വീണ്ടും വന്നിട്ട് നമ്മളതൊന്ന് പേസ്റ്റ് കൊടുക്കുക. ദെൻ നമ്മളുടെ ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫോൺ നമ്പർ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നിടത്ത് നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം താഴെ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി കോയമ്പത്തൂരായിരിക്കും. ചിലവർക്ക് ടാഗ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ടൂർ എന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരു കോമ കൊടുക്കുന്നു. ഓക്കെ, ഹൗസ് ബോട്ട് എന്ന് കൊടുക്കുന്നു, കോമ കൊടുക്കുന്നു. മിക്കവാറും തമിഴിലുള്ള ആൾക്കാർ ബോട്ട് ഹൗസ് എന്നാണ് ടൈപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ബോട്ട് ഹൗസ് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ സീ ഫുഡ് കൊടുക്കുന്നു. ഇത് ചിലരിൽ ഉണ്ടാവും, ചിലരിലില്ലെങ്കിൽ വിഷമിക്കേണ്ട, കുഴപ്പമുള്ള കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് വരുമ്പോൾ
ലിസ്റ്റ് ഇൻ മോർ പ്ലേസസ് എന്നായിരിക്കും ചില ഫോണിൽ കാണുക, ചിലരുടെ ഫോണിൽ നെക്സ്റ്റ് ആയിരിക്കും കാണുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ബട്ടൺ അമർത്തുന്നു. കണ്ടീഷൻ യൂസ്ഡ് ന്യൂ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിരിക്കും ചിലരിൽ കാണുക. ചിലരിൽ എന്തായിരിക്കും കാണുക, ഇവിടെ ഈ ഡ്രോപ്പ് ഓഫ് അങ്ങനെയൊക്കെ എഴുതിയതിൻ്റെ താഴെ ലിസ്റ്റ് ഇൻ മോർ പ്ലേസസ് എന്നായിരിക്കും കാണുക. അപ്പോൾ എനിക്കിവിടെ നെക്സ്റ്റ് ആയതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ എന്നിട്ട് നമ്മൾ കോയമ്പത്തൂർ ഇവിടെ നിങ്ങൾ ഇന്ന് ചെയ്തതുകൊണ്ട് ഇന്ന് എന്നോട് വരില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ പരസ്യം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ ജോയിൻ ചെയ്ത് വെച്ച കോയമ്പത്തൂർ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് ഓൾറെഡി ഇത്രയും ഗ്രൂപ്പിൽ നേരത്തെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഒരുവിധം ഗ്രൂപ്പുകളിലൊക്കെ ഓഫ് ചെയ്തിടുകയാണ്. കാരണം ഞാൻ നേരത്തെ ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പ് കോയമ്പത്തൂരോട് പോയി കോയമ്പത്തൂർ മാർക്കറ്റ് പ്ലേസിൽ മാത്രം ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ കോയമ്പത്തൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊക്കെ ഇത്തരത്തിൽ ടിക്ക് ചെയ്യണം. അങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, യു ക്യാൻ ലിസ്റ്റ് ഇൻ അപ് ടു 20 ഗ്രൂപ്പ്. 20 ഗ്രൂപ്പിൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ശേഷം പബ്ലിക് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്കിവിടെ പബ്ലിഷ് എന്ന് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇത് പബ്ലിഷ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഇത് സ്റ്റോറേജ് കൂടിയത് കാരണമാണ് ഇങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എൻക്വയറികൾ വരിക. ഓക്കെ, ഇപ്പോൾ ഇത് ഓൾറെഡി പരസ്യം പോയിട്ടുണ്ട്. ഇൻ റിവ്യൂ എന്നാണ് കാണിക്കുന്നത്, ജസ്റ്റ് നോക്കിയാൽ കാണാം. അപ്പോൾ ഇത്രയും ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എത്ര പേര് കണ്ടു എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ കൊടുത്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മെസ്സേജും വന്നിട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് താല്പര്യമുണ്ടെന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ റിപ്ലൈ കൊടുക്കേണ്ടതാണ്. റിപ്ലൈ നിങ്ങളുടെ വാട്സപ്പ് നമ്പറോ ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.